സമകാലിക ചിന്തകനും പണ്ഡിതനുമായ ഡോക്ടർ നായിഫ് ബിൻ നഹാദ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അൽ ഇസ്ലാമുൽ മജ്ജാനി, അതായത് സൗകര്യത്തിൻ്റെയും സൗജന്യത്തിൻ്റെയും ഒരു ഇസ്ലാം, പ്രത്യേകിച്ചൊരു ബാധ്യതകളും ഏൽക്കേണ്ടതില്ലാത്ത, ഒന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ച്, ഒന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ലാത്ത സൗകര്യപൂർണമായ ഒരു ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് പുതിയ കാല, പ്രത്യേകിച്ചും ഗസയുടെ സാഹചര്യത്തിൽ സമകാലിക മുസ്ലിം ലോകത്തെ വിശകലനം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അവസാനം നടത്തിയ ഒരു സംഭാഷണത്തിലാണ് ഇത് കടന്നു വരുന്നത്. അതിൽ അദ്ദേഹം പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഗസയെ നശിപ്പിച്ചു എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഗസ ഇല്ലാതാക്കി തീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മുസ്ലിം ലോകത്ത് സ്വന്തം ഇസ്ലാമികമായ അഭിമാനബോധത്തിൻ്റെയും ഈമാനികമായ അടിത്തറയുടെയും മേൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ വാർപ്പ് മാതൃകകളുടെ മുമ്പിൽ തങ്ങളുടേതായ പ്രതിനിധാനം സാധ്യമാക്കാൻ പറ്റുമെന്ന് മുസ്ലിം ലോകത്തിന്, പ്രത്യേകിച്ചും അടുത്തൊരു ജനറേഷന് അതുല്യമായ രീതിയിലുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട്, ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഗസ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ചും അത് തകർത്ത് കളഞ്ഞത്, അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ തഅ്തഖിദു അന്നഹാ ദമ്മറത്ത് ഗസ, ഗസയെ തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗസ തകർത്ത് കളഞ്ഞത് ഒരു യൂറോപ്യൻ സയനിസ്റ്റ് മാതൃകയാണ്. മുസ്ലിം ലോകത്ത് ഇനി ഒന്നും തിരിച്ചു വരാനില്ല എന്ന് തോന്നിത്തുടങ്ങിയ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ബലത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാനും സ്വന്തം ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആത്മവിശ്വാസത്തിൽ ഒരു തിരിച്ചുവരവ് മുസ്ലിം ലോകത്തിന് സാധ്യമാണ് എന്നുള്ള ബോധമാണ് ഗസയുടെ ചെറുത്തുനിൽപ്പ് മുസ്ലിം ലോകത്തിന് നൽകിയത് എന്നും അദ്ദേഹം ആ ട്വീറ്റിൽ വിശദീകരിക്കുന്നുണ്ട്.